നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചാണ്. നമുക്കതിന്റെ സ്ഥിതിവിവര കണക്കുകളിലേക്ക് കടക്കാം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആന്റിബയോട്ടിക് ഉപഭോക്താക്കളിൽ ഒന്നാണ്. 2018 കണക്ക് പ്രകാരം ഓരോ വ്യക്തിയും ശരാശരി 10.7 യൂണിറ്റ് ആന്റിബയോട്ടിക് ഉപയോഗിച്ചു. 2000 ഇത് വെറും 5 യൂണിറ്റ് മാത്രമായിരുന്നു. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ (NCDC) നടത്തിയ പഠനത്തിൽ 10,000-ഓളം ആശുപത്രി രോഗികളിൽ 55% രോഗികൾക്ക് ആന്റിബയോട്ടിക് മരുന്നുകൾ പ്രതിരോധത്തിനായി നൽകിയിരുന്നുവെന്ന് കണ്ടെത്തി. ഇവർക്ക് രോഗം ചികിത്സിക്കുന്നതിനല്ല, പക്ഷേ രോഗം വരാതിരിക്കാനാണ് മരുന്ന് നൽകിയതെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ രോഗം ചികിത്സിക്കാൻ വേണ്ടി മരുന്ന് നൽകിയ 45% രോഗികളിൽ വെറും 6% രോഗികൾക്കാണ് പ്രത്യേക ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞ ശേഷം മരുന്ന് നൽകിയതെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. ആന്റിബയോട്ടിക് ദുരുപയോഗത്തിന്റെ പ്രശ്നങ്ങൾ. ആന്റിമൈക്രോബിയൽ റെസിഡൻസ് അഥവാ AMR ആഗോള പൊതുജനാരോഗ്യത്തിനും വികസനത്തിനും വലിയ ഭീഷണിയാണ്. 2019 1.27 ദശലക്ഷം മരണങ്ങൾക്ക് AMR നേരിട്ട് കാരണമായിരുന്നുവെന്നും 4.95 ദശലക്ഷം മരണങ്ങൾക്ക് ഇത് സംഭാവന നൽകിയെന്നും കണക്കാക്കുന്നു. മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും മരുന്നുകളുടെ ദുരുപയോഗം രോഗാണുക്കളുടെ പ്രതിരോധശേഷി അഥവാ AMR വികസിപ്പിക്കാനുള്ള പ്രധാന കാരണമാണ്. AMR എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നു. എന്നാൽ പാവപ്പെട്ടതും മധ്യവരുമാനം ഉള്ളതുമായ രാജ്യങ്ങളെയാണ് ഇത് കൂടുതൽ ദോഷകരമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. AMR ആരോഗ്യ സംരക്ഷണത്തിലെ നിരവധി നേട്ടങ്ങളെ അപകടത്തിലാക്കുന്നു. കൂടാതെ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ചികിത്സ തുടങ്ങിയവയും കൂടുതൽ അപകടകരമാക്കുന്നു. ലോകം ഇപ്പോൾ ഒരു ആന്റിബയോട്ടിക് സങ്കീർണത നേരിടുന്നു. പുതിയ മരുന്നുകൾക്കും കൃത്യമായ ഡയഗ്നോസ്റ്റിക്സിനും പ്രാധാന്യമേറിയ സമീപനങ്ങൾ ആവശ്യമുണ്ട്. AMR മൂലമുള്ള സാമ്പത്തിക ചെലവുകൾ 2050 $1 ട്രില്യൺ വരുമെന്നും 2030 1 മുതൽ 3.4 ട്രില്യൺ വരെ GDP നഷ്ടത്തിനും കാരണമാകാമെന്ന് ലോകബാങ്ക് കണക്കാക്കുന്നു. ആന്റിബയോട്ടിക്കുകൾ പ്രകൃതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ. ആന്റിബയോട്ടിക്കുകൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും രോഗചികിത്സയിൽ അത്യാവശ്യമാണെങ്കിലും അവയുടെ ദുരുപയോഗവും ശരിയായ രീതിയിൽ കൃത്യമായി നിർമ്മിച്ചു വിടാത്തതും പരിസ്ഥിതിയിൽ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിന്റെ പ്രധാന പ്രശ്നങ്ങൾ: ജലമലിനീകരണം, ആന്റിബയോട്ടിക് അവശിഷ്ടങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ മാലിന്യങ്ങൾ, കൃഷി നിലത്തു നിന്നുള്ള ഒഴുക്ക്, ശരിയായ രീതിയിൽ കളയാത്ത മരുന്നുകൾ എന്നിവയിലൂടെ പ്രകൃതിയിലെ ജലസ്രോതസ്സുകളിൽ എത്തുന്നു. ഇത് നദികൾ, തടാകങ്ങൾ, ഭൂഗർഭജലം എന്നിവയെ മലിനമാക്കി ജലജീവികളുടെയും മനുഷ്യരുടെയും കുടിവെള്ള സ്രോതസ്സിനെ അപകടത്തിലാക്കുന്നു. മണ്ണിലെ ദോഷങ്ങൾ. പ്രധാനമായും കൃഷിയിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് മണ്ണിൽ സ്വാധീനമുണ്ടാക്കിയാൽ പ്രകൃതിയിലെ മൈക്രോബിയൽ സമുദായങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നു. ഇത് മണ്ണിന്റെ നൈസർഗിക നിലവും പോഷകചക്രവും തകർക്കുന്നതിന് മണ്ണിൽ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ഇടവരുത്തുകയും ചെയ്യുന്നു. ജലജീവികളിലെ പ്രതികൂല ഫലങ്ങൾ. ജലസ്രോതസ്സുകളിലെ ആന്റിബയോട്ടിക് സാന്നിധ്യം മത്സ്യങ്ങളും ഉഭയജീവികളും ഉൾപ്പെടെ ജലജീവികളെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇവരുടെ ജനന പ്രവർത്തനങ്ങളെയും വളർച്ചയെയും തടസ്സപ്പെടുത്തുകയും മ്യൂട്ടേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ ജലമേഖലയിലെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയയുടെ വളർച്ചയെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. പരിസ്ഥിതി തുല്യതയുടെ നഷ്ടം. മണ്ണിലും ജലത്തിലും മൈക്രോബിയൽ സമുദായങ്ങൾ തകർന്നു പോകുന്നത് പരിസ്ഥിതിയുടെ മുഴുവൻ സന്തുലനത്തെയും ബാധിക്കുന്നു. പോഷകചക്രം, സംയുക്ത വിഭജനം, ചെടികളുടെ ആരോഗ്യം എന്നിവയിൽ പ്രാധാന്യമേറിയ പങ്ക് വഹിക്കുന്ന ഗുണകരമായ മൈക്രോബുകൾ ഇല്ലാതാകുന്നതോടുകൂടി പരിസ്ഥിതിയുടെ ആരോഗ്യവും നിലനിൽപ്പും ബാധിക്കുന്നു. ഈ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ ആന്റിബയോട്ടിക് കളയുന്നതിനുള്ള കർശന നിയമങ്ങളും മികച്ച മാലിന്യ സംസ്കാര രീതികളും നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പരിസ്ഥിതിയെ ആന്റിബയോട്ടിക് ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബോധവൽക്കരണം അനിവാര്യമാണ്. ഇന്ത്യയിലെ നടപടികൾ. നാഷണൽ ആക്ഷൻ പ്ലാൻ. 2017 ഇന്ത്യ ആന്റിബയോട്ടിക് ദുരുപയോഗം തടയാൻ ബോധവൽക്കരണം, നിരീക്ഷണം, നല്ല രീതികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുത്തി ഒരു പദ്ധതി ആരംഭിച്ചു. H1 ഷെഡ്യൂൾ. ചില ആന്റിബയോട്ടിക്കുകൾ വാങ്ങാൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമാണ് എന്ന നിയമം കൊണ്ടുവന്നു. ചെന്നൈ ഡിക്ലറേഷൻ. ഇന്ത്യയിലെ മെഡിക്കൽ വിദഗ്ധർ ആശുപത്രികളിൽ ആന്റിബയോട്ടിക് ദുരുപയോഗം തടയാൻ നല്ല രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ ഒരുമിച്ച് ചേർന്നു. അടുത്തതായി കേരളത്തിലെ നടപടികൾ നോക്കാം. കാർസാപ്പ് കേരള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കേരളം ആന്റിബയോട്ടിക് ദുരുപയോഗം തടയാൻ കാർസാപ്പ് എന്ന പദ്ധതി ആരംഭിച്ചു. ഇതിലൂടെ ആന്റിബയോട്ടിക് ഉപയോഗത്തെക്കുറിച്ചും ബോധവൽക്കരണം, നിരീക്ഷണം, ആശുപത്രികളിൽ കർശന നിയമങ്ങൾ എന്നിവ നടപ്പാക്കി. ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകൾ. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ആന്റിബയോട്ടിക് ദുരുപയോഗം കുറയ്ക്കാൻ സ്മാർട്ട് ഹോസ്പിറ്റൽ പദ്ധതികൾ ആരംഭിച്ചു. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരിശീലനം ഇതിൽ ഉൾപ്പെടുന്നു. ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതിയിലൂടെ എല്ലാ ആന്റിബയോട്ടിക്കുകൾക്കും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാക്കി. നിയമം കർശനമായി നടപ്പിലാക്കുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ.
സ്വീഡനിൽ 2007 മുതൽ 2017 വരെ ആന്റിബയോട്ടിക് ഉപയോഗം 43% വരെ കുറയ്ക്കാനാണ് സുതാര്യവും കർശനവുമായ നടപടികൾ കൈക്കൊണ്ടത്. ഇവിടുത്തെ ആശുപത്രികളിലും ഫാർമസികളിലും കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി. രോഗികളെ പരിശോധിച്ച് അനാവശ്യമായി ആന്റിബയോട്ടിക് നൽകുന്നത് ഒഴിവാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പരിശീലന പരിപാടികളും നടപ്പിലാക്കി. നെതർലാൻഡ് യൂറോപ്പിലെ ഏറ്റവും കുറവ് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന രാജ്യമാണ്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ, പ്രിസ്ക്രിപ്ഷൻ നിയമങ്ങൾ, ജനബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ആന്റിബയോട്ടിക് ദുരുപയോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. യുണൈറ്റഡ് കിങ്ഡം 2014 മുതൽ 2018 വരെയുള്ള കാലയളവിൽ സ്റ്റാർട്ട് സ്മാർട്ട് ദെൻ ഫോക്കസ് എന്ന ക്യാമ്പയിൻ വഴിയുള്ള പ്രചരണം നടത്തി. ഇതിലൂടെ ആന്റിബയോട്ടിക് ഉപയോഗം 7.3% വരെ കുറയ്ക്കാനായിട്ടുണ്ട്. ഡോക്ടർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും മരുന്നുകളുടെ പുനഃപരിശോധനയും ഇതിന്റെ ഭാഗമാണ്. അമേരിക്കയിൽ ഗെറ്റ് സ്മാർട്ട് എന്ന ദേശീയ തലത്തിലെ പ്രചാരണം വഴി ആന്റിബയോട്ടിക് ദുരുപയോഗം കുറയ്ക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടാതെ മിക്ക ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം ലഭ്യമാകുന്ന നിയമങ്ങൾ നടപ്പിലാക്കി. ജർമ്മനിയിൽ ആന്റിബയോട്ടിക് നിയന്ത്രണങ്ങൾ കർശനമാക്കി. പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം മരുന്നുകൾ നൽകുന്ന നിയമങ്ങൾ നടപ്പിലാക്കി. കൂടാതെ ഒരു ദേശീയ താൽപര്യശാല രൂപീകരിച്ച് ആന്റിബയോട്ടിക് ഉപയോഗവും ഫലവും നിരീക്ഷിക്കുന്ന സിസ്റ്റങ്ങൾ നടപ്പിലാക്കി. കേരളത്തിലെ ആന്റിബയോട്ടിക് ഉപയോഗം കുറഞ്ഞു. കേരളം സ്വീകരിച്ച കർശനമായ നിയന്ത്രണ നടപടികൾ മൂലം സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കിന്റെ എണ്ണം വൻതോതിൽ കുറച്ചിട്ടുണ്ട്. 4500 കോടി രൂപയ്ക്ക് മുൻപ് വാർഷികമായി ഉപയോഗിച്ചിരുന്ന ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം 1000 കോടി കുറച്ചുകൊണ്ട് ഈ പുതിയ മുന്നേറ്റം സംസ്ഥാനത്തിന് വലിയ വിജയമാണ്. ആന്റിബയോട്ടിക്കുകൾക്ക് അനാവശ്യമായി ആശ്രയിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.